ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആവുകയാണ് 2 ദിവസം മുമ്പ്. അപ്പം ഡിയർ ഫ്രണ്ട് എന്നൊക്കെയാണ് മോദിയെ വിളിച്ചത്. അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം പോകുന്നു, അങ്ങനെയുള്ള വാർത്തയൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യം ആരാ? അങ്ങനെ പറഞ്ഞാൽ ബ്രിട്ടനാണ്. UK. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പോകുന്നുണ്ടോ? സ്റ്റാമർ പോകുന്നതായിട്ട് കേട്ടില്ല. ക്ഷണമില്ല. പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ആരാ? ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പോകുന്നില്ല, ക്ഷണിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ജയശങ്കർ പോകുന്നുണ്ട്, ക്ഷണമുണ്ട്, വിദേശകാര്യമന്ത്രി. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോദി പോകുന്നില്ല, ഇന്ത്യ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? അങ്ങനെയല്ലോ. ജയശങ്കർ പോകുന്നുണ്ട്, ഇന്ത്യക്ക് ക്ഷണമുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോകുന്നില്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി പോകുന്നില്ല, ക്ഷണമില്ല. സാധാരണ ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചടങ്ങ്, ഈ ചടങ്ങിലേക്ക് വിദേശ രാജ്യത്തലവന്മാരെ ക്ഷണിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ മനോരമ പറയുന്നത് എങ്ങനെയെന്നറിയോ? മനോരമ ഞാൻ വായിക്കാം. ഇതാദ്യമായാണ് US പ്രസിഡന്റിൻ്റെ അധികാരമേറ്റെടുക്കൽ ചടങ്ങിലേക്ക് ഏതാനും വിദേശ ഭരണത്തലവന്മാരെ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ക്ഷണിക്കുന്ന പതിവില്ലായിരുന്നു. അപ്പോൾ ഇവിടെ മോദിയെ വിളിച്ചില്ല, മോദി പോകുന്നില്ല, ഇന്ത്യയെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്ന കിഴങ്ങന്മാരോടാണ് പറയാനുള്ളത്. ഇതിനു മുമ്പ് വിളിക്കാറേ ഉണ്ടായിരുന്നില്ല. ട്രംപിൻ്റെ 2ാം ഊഴം, ട്രംപിൻ്റെ അവസാനത്തെ ഊഴം അല്ലേ, അതെ, ലാസ്റ്റ് ടൈം. ഇനി ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് ട്രംപ് കുറച്ച് പേരെ വിളിച്ചു. അതിൽ അമേരിക്ക ബ്രിട്ടൻ ഇതാണല്ലോ ഇക്വേഷൻ. അതെ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാമർക്ക് ക്ഷണമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ സത്യപ്രതിജ്ഞയല്ല, ഓഫീസ് ഇനാഗുറേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പോലെ സത്യപ്രതിജ്ഞ ചടങ്ങല്ല, വലിയ പന്തലിട്ട് നടത്തുന്ന പരിപാടിയൊന്നുമല്ല. അവിടെ ക്യാപിറ്റോളിൽ ചടങ്ങിൽ വെച്ച് അവിടുത്തെ നിലവിലുള്ള പ്രസിഡന്റ്, അധികാരമൊഴിയുന്ന പ്രസിഡന്റുമാർ, സെനറ്റർമാർ, അങ്ങനെയുള്ള പാർലമെന്ററിയന്മാരുടെ എല്ലാം മുന്നിൽ വെച്ചാണ് ചാർജ് എടുക്കുന്നത്. ഇപ്പോൾ പുറത്ത് വെച്ച് നടത്താനായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് പുറത്ത് വെച്ച് നടക്കത്തില്ല, 6 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തണുപ്പുണ്ടായിരിക്കും. ക്യാപിറ്റോളിന് പുറത്ത് വെച്ചിട്ടാണ് എല്ലാം സ്ഥിരമായി തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ട് ഒരു ഹാളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും ആളെണ്ണം കുറയും അല്ലേ. പുറത്ത് വെച്ച് നടക്കുമ്പോൾ 2.5 ലക്ഷം ടിക്കറ്റ് വിറ്റുപോയി എന്നാണ് പറയുന്നത്. കാരണം ഇത് കാണാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനെ വിളിച്ചു ചേർക്കുക, ടിക്കറ്റ് എടുത്ത് കാരണം, ചുമ്മാ പോയി കയറാനൊന്നും പറ്റില്ല. ആ ടിക്കറ്റ് വിറ്റുപോയി. പക്ഷേ -6 ഡിഗ്രി തണുപ്പാണ് അവിടെ ഉള്ളത്. തണുപ്പ് അന്ന് ഉണ്ടാവും എന്ന് പറയുന്നു. 2ാം തവണ റീഗൻ അധികാരം ഏറ്റെടുത്തപ്പോഴാണ് അന്ന് തണുപ്പ് മൂലം ഈ ഇനാഗുറേഷൻ ഓഡിറ്റോറിയത്തിൽ ഹാളിനുള്ളിൽ നടത്തി. അന്ന് -40 ആയിരുന്നു തണുപ്പ് US-ൽ. ഇപ്പോൾ അത്രയും തണുപ്പില്ല, -6 വരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ആ തണുപ്പ് ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ വളരെ പരിമിതമായ ചടങ്ങാണ്. മനോരമ തന്നെ പറയുന്നത് പോലെ ഇതിനു മുമ്പ് ഒരു പ്രസിഡന്റിൻ്റെ ചടങ്ങിനും വിദേശ രാജ്യത്തലവന്മാരെ ക്ഷണിച്ചിട്ടില്ല. ട്രംപ് ആദ്യമായിട്ട് ക്ഷണിച്ചു. ആരെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത്? കടുത്ത വലതുപക്ഷക്കാരായിട്ടുള്ള രാജ്യങ്ങളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ കടുത്ത വലതുപക്ഷ രാജ്യമല്ല ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്നൊക്കെ വിളിക്കുമല്ലോ. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഫാസിസ്റ്റ് അല്ല, വലതുപക്ഷ രാജ്യമല്ല, കടുത്ത വലതുപക്ഷക്കാരായ രാജ്യങ്ങളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് വലതുപക്ഷ രാജ്യത്തെ പ്രസിഡന്റിൻ്റെ അധികാരമേറ്റെടുക്കൽ ചടങ്ങിലേക്ക് കടുത്ത വലതുപക്ഷ രാജ്യക്കാരെ മാത്രമേ ട്രംപ്, അതും ചരിത്രത്തിൽ ആദ്യമായി ഒരു അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചിരിക്കുന്നതെന്ന് മലയാള മനോരമ പറയുന്നത്. ആരൊക്കെയാണ് കടുത്ത വലതുപക്ഷക്കാർ? 1 ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനി, നമ്മുടെ മെലോനി. അർജന്റീന പ്രസിഡന്റ് ഹവിയർ മിലെ, എൽ സാൽവദോർ പ്രസിഡന്റ് നൈബ് ബുക്കേലെ, ബ്രസീൽ മുൻ പ്രസിഡന്റ് ജൈർ ബോൾസൊനാരോ, ബ്രിട്ടനിലെ റിഫോമിസ്റ്റ് പാർട്ടി നേതാവ് നെഗൽ ഫറാഷ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിളിക്കാത്ത മനസ്സിലായോ? അവിടെ ലേബർ പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത്, അത് ഇടതുപക്ഷ പാർട്ടിയാണെന്നാണ് വെപ്പ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? അവിടുത്തെ റിഫോമിസ്റ്റ് പാർട്ടി, അതായത് വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് നൈഗൽ ഫറാഷിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീനെ വിളിച്ചു. ഷീ വരത്തില്ലെന്ന് അറിയാം, പക്ഷേ ഷീ പോകുന്നില്ല. വൈസ് പ്രസിഡന്റ് ഹാൻ യങ് ചൈനയെ പ്രതിനിധീകരിക്കും എന്ന് പറയുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജയശങ്കറും പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നതിനടുത്ത് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം. ഇന്ത്യയെ വിളിച്ചിട്ടുള്ള അപൂർവം ചില രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇത് മറച്ചു വെച്ചിട്ടാണ് മൈ ഫ്രണ്ടിനെ വിളിച്ചില്ല എന്ന് പറയുന്നത്.
അപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ക്ഷണിച്ചു, ചൈനീസ് പ്രസിഡന്റ് പോയില്ല, പകരം ഒരാളെ വെച്ചു. മോദിയെ വിളിച്ചിട്ടുണ്ടാവാം. ഇന്ത്യയെ ക്ഷണിക്കുമ്പോൾ ആരാ ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെ ഇൻവൈറ്റ് ചെയ്യുന്നത്? പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജയശങ്കറെ ഡെലിഗേറ്റ് പറ്റുന്നില്ല, ഒരാളെ ഡെലിഗേറ്റ് ആയിട്ട് വിടും. അല്ലാതെ ട്രംപിന്റെ മോളുടെ കല്യാണമൊന്നുമല്ലല്ലോ സെലക്ട് ചെയ്ത് ജയശങ്കർ വരണമെന്ന് പറയാൻ. അങ്ങനല്ല, സർക്കാരിന് ഇന്ത്യ ഗവൺമെന്റിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെന്റിനെ വിളിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് മോദിക്ക് പോകാൻ കഴിയുന്നില്ല. മോദിയെ പ്രതിനിധീകരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി പോകുന്നത്. ഇതിനാണ് ഈ ബഹളം വെച്ചിട്ട് മൈ ഫ്രണ്ടിനെ ഫ്രണ്ട് വിളിച്ചിട്ടില്ല. ഇന്ത്യയുടെ പരമപുച്ഛമാണ്. പരമപുച്ഛമാണെങ്കിൽ ഒരു കാര്യം പറയാം, മനോരമ പറയുന്നത് പോലെ തീവ്ര വലതുപക്ഷ കക്ഷികളെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സർക്കാർ നരേന്ദ്രമോദി തീവ്ര വലതുപക്ഷക്കാരനല്ലാത്തതുകൊണ്ടായിരിക്കും. അതൊന്നും സമ്മതിച്ചു തരുമോ? അല്ലേ? ഇന്ന് മോദി ഫാസിസ്റ്റാണ്, മോദി വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആളാണെന്നൊക്കെ പറയുന്ന മനോരമയാണ് ഇപ്പോൾ പറയുന്നത് തീവ്ര വലതുപക്ഷം അല്ലാത്തതുകൊണ്ട് മോദിയെ ക്ഷണിച്ചില്ല. അപ്പോൾ മെലോണിയുടെ പാർട്ടി ഫാസിസ്റ്റ് പാർട്ടിയാണ്. അവർ പാർട്ടിയുടെ പേരോ മറ്റോ അങ്ങനെയാണ്. അവർ മറ്റേ മുസോളിനിയൊക്കെ ഇപ്പോഴും വീരനായി ആരാധിക്കുന്ന കൂട്ടരാണ് മിലോണിയുടെ പാർട്ടിക്കാർ. അപ്പോൾ അവരെ ക്ഷണിച്ചിട്ടുണ്ട്, അവർ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ട്രംപ് വന്നാൽ നന്നായി പോയാലോ എന്ന് പേടിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കാണ് ഇപ്പോൾ ഇന്ത്യയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ബൈഡൻ വന്നപ്പോൾ മോദി തോറ്റുപോയ പോലെയായിരുന്നു ഇവിടെ ആഘോഷിച്ചത്. ട്രംപ് തോറ്റതിൽ ഇവിടെ സന്തോഷിച്ച ഒരുപാട് പേരുണ്ട്. കാരണം മോദിയുമായിട്ട് സൗഹൃദമുള്ള ഒരാൾ തോറ്റുപോയി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. മോദിയുടെ സന്തോഷം, മോദിയായിട്ട് വ്യക്തിപരമായി സൗഹൃദം ഉണ്ടായതുകൊണ്ട് മോദിയുടെ മോൾക്ക് അമേരിക്ക ജോലി കിട്ടാനൊന്നും അല്ലല്ലോ. അല്ല, പിന്നത്തെ മോദിയായിട്ട് ട്രംപിന് സൗഹൃദം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ആർക്കാണ്? ഇന്ത്യക്കാണ്. അപ്പോൾ മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം ത്തിൽ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവാത്ത എന്താണ്? അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ അമേരിക്കയുമായി നല്ല ബന്ധം ഇന്ത്യക്കുണ്ടാവുന്നതിലാണ് ഇവർക്ക് അസൂയ. അപ്പോൾ 2016 ഈ പറയുന്ന ട്രംപ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ മോദിയായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഇപ്പോഴും ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഈ വീണ്ടും മോദി അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന, അങ്ങനെ ഗുണങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കുത്തിത്തിരിപ്പ്, അങ്ങനെയല്ലേ? കുത്തിത്തിരിപ്പാണ്. പക്ഷേ ഈ ഒരാളും പറയുന്നില്ലല്ലോ ഈ ജയശങ്കർ പോകുന്നുണ്ടെങ്കിൽ ജയശങ്കറിനെ വ്യക്തിപരമായിട്ടല്ല വിളിക്കുന്നത്. രാജ്യത്തെ ക്ഷണിക്കുമ്പോൾ രാജ്യം തീരുമാനിക്കും ആര് പോകണമെന്നുള്ളത്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ വാ എന്ന് പറയുമോ? ഇല്ല. ഇതല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കാതെ എങ്ങനെ വേണമെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ കഴുത കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾ അവരുടെ വിഷമം അങ്ങ് തീർക്കാണ്. പക്ഷെ സാധാരണക്കാരെ അതിലൂടെ പറ്റിക്കാൻ പറ്റും അല്ലേ? സാധാരണ വിശ്വസിക്കുന്ന മോദിയെ അനുകൂലിക്കുന്ന, മോദി ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ചിന്തിക്കും, ഇപ്പൊ ട്രംപ് വന്നപ്പോൾ മോദിയെ വിളിച്ചില്ലല്ലോ, മോദി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി, ഇനി സൗഹൃദം ഇല്ല എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഇതിന് പിന്നിൽ അതാണ് നേരത്തെ പറഞ്ഞ ഒളിച്ചുകിടത്തൽ അല്ലേ? അതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി UK ആണ്. UK പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടില്ല, അവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിനെ വിളിച്ചിരിക്കുന്നത് വലിയ അപമാനമല്ലേ? ശരിക്കും തീർച്ചയായിട്ടും. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിളിക്കാതെ പ്രതിപക്ഷ കക്ഷിയെ വിളിക്കുന്നു. അതെ. ഇവിടുന്ന് ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദിയെ വിളിച്ചില്ല, ഇന്ത്യ ഗവൺമെന്റിനെ വിളിക്കാതെ രാഹുൽ ഗാന്ധിയെ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയുന്നത് ശരിയാണ്. 8 കോളം വാർത്ത. മോദിയെ വിളിച്ചില്ല, രാഹുൽ അമേരിക്കയിൽ ട്രംപിന്റെ ഇനാഗുറേഷന് രാഹുൽ പോകുന്നു എന്ന് വാർത്ത വന്നേനെ. ഒരുപക്ഷെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എങ്ങാനും കമല പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ മോദിയെ വിളിക്കാതെ രാഹുൽ അവിടെ പോയേനെ. വിളിച്ചില്ലെങ്കിലും എങ്ങനെയും അവിടെ പോവാം. പുള്ളി അവിടെ ചുമ്മാ കറങ്ങാൻ പോയിട്ട് ചില ആളുകളുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ഐക്യരാഷ്ട്രസഭയെ പ്രസംഗിക്കാൻ പോകുന്നു, ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ബ്രിട്ടീഷ് പാർലമെന്റിന് അടുത്തുള്ള ഒരു ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് പ്രസംഗിച്ചിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചത്. ഞാൻ മനോരമ ഇന്നലെ എവിടെ കിടന്നു? ഞാൻ ഇന്നലെ മനോരമയിലെ കിടന്നു എന്ന് പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിലാണ് മനോരമ പത്രം വിരിച്ചിട്ട് ഇന്നലെ ഞാൻ മനോരമയിൽ കിടന്നു എന്ന് പറയുന്ന പോലെ. അതുപോലെയാണ് അതിനടുത്ത് നമ്മുടെ നാട്ടിൽ ചില ആളൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്ന ചില നേതാക്കന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതായാലും ഇന്ത്യയുടെ പ്രാതിനിധ്യം അവിടെയുണ്ട്. ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ടും അവിടെ പോകുന്നുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷം നമുക്ക് ഇന്ത്യയെ അങ്ങ് സഹായിച്ചു കളയുന്നുള്ള വലിയ വിശ്വാസമൊന്നുമില്ല. ഇന്ത്യയെ ഉപദ്രവിക്കുന്നത് പരമാവധി കുറവായിരിക്കും. അതെ. പിന്നെ നമ്മുടെ അടുത്തൊരു സ്വതന്ത്ര വിദേശ നയം ഉള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കുകയോ വേണ്ട, നമ്മൾ ആ രീതി മുന്നോട്ട് പോകും. അല്ല, അമേരിക്ക പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ താരിഫ് അമേരിക്കയുടെ സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ നികുതി കൂട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാ നിങ്ങളുടെ സാധനം ഇറക്കുമ്പോൾ ഞങ്ങൾ കൂട്ടും. സ്വാഭാവികമല്ലേ? അത്രേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ, നമ്മൾ നികുതി കൂട്ടി അവരും കൂട്ടും. അവർ ചാരിറ്റിക്കൊന്നും ഇരിക്കുമല്ലോ. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആശാവകമായ കാര്യങ്ങൾ പാകിസ്ഥാനോട്
പാകിസ്ഥാൻ്റെ ഭീകരവാദ നിലപാടിനോട് എതിരാണ്, ഡീപ് സ്റ്റേറ്റിനെതിരാണ് ട്രംപ്. ട്രംപ് അമേരിക്കയിൽ നേരിട്ട ഇതിന് സമാനമായ അനുഭവങ്ങളാണ് ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇന്ത്യയിൽ കളിച്ചത്. രണ്ടുപേരും മോദിയും ട്രംപും ഒരേ തരത്തിലുള്ള ആക്രമണമാണ്, ക്യാമ്പയിനുകളാണ് നേരിട്ടത്. ഇതൊക്കെ ട്രംപിന് നന്നായിട്ട് അറിയാം. പിന്നെ മാത്രമല്ല, ട്രംപിൻ്റെ സർക്കാരിൻ്റെ കീ പോസ്റ്റുകളിൽ ഏതാണ്ട് 1 ഡസനോളം ആളുകൾ ഇന്ത്യൻ വംശജരായ ആളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഒന്ന് FBI തലവൻ, പിന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തുളസി, അല്ലേ? ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് ഇന്ത്യയെ അവർ സഹായിക്കുന്നൊന്നുമില്ല, ഇന്ത്യയെ ഉപദ്രവിക്കാതിരിക്കുമല്ലോ. അതായത് ഇന്ത്യൻ താല്പര്യങ്ങളെ കൂടെ വേണമെങ്കിൽ പരിഗണിക്കാം. തുളസി ഗബാറിനെ സംബന്ധിച്ച് അവരൊരു അമേരിക്കക്കാരിയായ ഹിന്ദുവാണ്. കൺവെർട്ടഡ് അല്ല, ഇന്ത്യൻ വംശജയല്ല. അമേരിക്കയിൽ ജനിച്ച് വളർന്ന് ഹിന്ദു മതത്തിൽ ആകൃഷ്ടയായി ഹിന്ദു മതം സ്വീകരിച്ച ഒരാളാണ് തുളസി. ഇനി JD വാൻസ് വരുന്നു, വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ് ഉഷ. അവർ കല്യാണം കഴിച്ചത് ഇന്ത്യൻ ആചാരപ്രകാരമാണ്. ഇതുകൊണ്ടൊക്കെ ഇന്ത്യക്ക് അമേരിക്കയുടെ ഖജന മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി തുറന്നു വരുന്നോ, അമേരിക്കൻ പട്ടാളം വന്ന് ഇന്ത്യക്ക് ചുറ്റും കാവൽ നിൽക്കുമെന്നോ, അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളൊക്കെ നമുക്ക് സൗജന്യമായി തരുമോ ഒന്നുമല്ല അർത്ഥം. അമേരിക്കയുടെ താല്പര്യമുണ്ട്, ഇന്ത്യയുടെ താല്പര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ താല്പര്യമല്ലേ? അമേരിക്ക പറഞ്ഞു റഷ്യൻ എണ്ണ ആരും വാങ്ങരുതെന്ന് പറഞ്ഞു. യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് അമേരിക്കയ്ക്ക് കൊടുത്തു, അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് കൊടുത്തു. നമ്മൾ എന്നിട്ട് എണ്ണ വാങ്ങിച്ച് സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ വിറ്റത് എണ്ണ ഉൽപാദനം സൗദിയുടെ 10% പോലും ഇല്ലാത്ത നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം സൗദിയേക്കാൾ കൂടുതൽ എണ്ണ വിറ്റു. അപ്പോൾ ഇത് നമ്മുടെ പോളിസി, നമ്മുടെ നയം നമ്മൾ സ്വീകരിച്ചു. നമ്മൾ പെട്രോൾ ഡോളറിനെതിരെ ഇന്ത്യൻ കറൻസി കൊടുത്ത് ക്രൂഡ് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ താല്പര്യം നോക്കുന്നുണ്ട്, അമേരിക്കയുടെ താല്പര്യം നോക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ബാലൻസ് നിർത്തിക്കൊണ്ട് പോകാൻ കഴിയും. ആ ബാലൻസ് ബൈഡൻ്റെ കാലത്ത് നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമർത്ഥമായും അതിനേക്കാൾ നന്നായും ട്രംപുമായി ചെയ്യാൻ കഴിയും. ഇത് മാത്രമാണ്. അപ്പോൾ ട്രംപ് ഇന്ത്യയെ അവഗണിച്ചു എന്ന് പറയുന്ന ആളുകളുടെ അസുഖത്തിന് ചില ഓയിൽമെൻറ്റ് കിട്ടും, ബോറോസിൽ എന്നൊക്കെ പറയും, ചൊറിയാണ്. അതിനുള്ള മരുന്ന് വാങ്ങി തേക്കുക എന്നുള്ളതാണ്. ജയശങ്കർ അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട്. ഒഫീഷ്യൽ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ, നമ്മളെ പ്രതിനിധീകരിക്കാൻ നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.